ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നല്ല ഈസി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ്യപ്പാണ് കേട്ടോ. സൂയി, നമ്മളിന്ന് എന്താ ഉണ്ടാക്കാൻ പോണേ? നെയ്യപ്പം. നെയ്യപ്പം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ? അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5 ശർക്കരയാണ്. ഇത് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് കുറച്ച് വെള്ളത്തിൽ ഞാൻ അടുപ്പത്ത് വെച്ച് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളതാണിത്. നമ്മൾ പുട്ടുപൊടിക്കൊക്കെ പൊടിക്കണ പോലെ 1 മണിക്കൂർ പച്ചരി കുതിർത്ത് വെച്ച് നന്നാക്കി കഴുകിയിട്ട് വെള്ളമൊക്കെ വാർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇനി അടുത്തതായിട്ട് നേരത്തെ ഉരുക്കാൻ വെച്ചിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് തരിച്ചെടുക്കണം കേട്ടോ. ഇനി തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാനുണ്ട്. അതിന് വേണ്ടി ഞാൻ കുറച്ച് നെയ്യ് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. ഇതൊരു ബ്രൗൺ കളർ ആവണ വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അങ്ങനെ തേങ്ങാക്കൊത്ത് ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അരിപ്പൊടിയിലേക്ക് കുറച്ച് പറഞ്ഞാൽ ഒരു 1/2 കപ്പ് മൈദയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു അരിപ്പൊടി ഒരു 2.5 കപ്പ് അരിപ്പൊടി ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഉപ്പ് ചേർക്കുന്നത് നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി വേണമെങ്കിൽ നമുക്ക് പച്ചരി വെള്ളത്തിൽ അരച്ചിട്ട് അങ്ങനെയും ചെയ്ത് കൊടുക്കുക. ഈ ഒരു മെത്തേഡും ചെയ്യുക, ആ ഒരു മെത്തേഡും ചെയ്യട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടേണ്ടത് നമ്മളെ ബാറ്ററിന്. ഇനി ഇതിലേക്ക് ഒരു 2-3 ഏലക്ക ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് കരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇത് നന്നാക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇതിൽ ഉപയോഗിക്കുന്നില്ല. നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഓയിലൊന്ന് നന്നായി ചൂടായിട്ട് വരണം കേട്ടോ. ഇത് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും ടാറ്റാ.